ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ കിക്കാറ്റ് റെഡിയാക്കി എടുത്താലോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഇനി മുതൽ കിക്കാറ്റ് റെഡിയാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ കിക്കാറ്റ് ഉണ്ടാക്കിയിട്ട് കിക്കാറ്റ് കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മന്ന കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. കിക്കാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാം മിൽക്ക് കോമ്പൗണ്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര കിക്കാറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത്രയും മിൽക്ക് കോമ്പൗണ്ട് എടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന അളവിനാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്യാൻ എടുക്കുന്ന ഒരു ബൗളിലേക്ക് മിൽക്ക് കോമ്പൗണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ എടുക്കുന്ന ചോക്ലേറ്റ് എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അതുപോലെ ചെയ്താൽ മതിയാവും. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ബൗൾ വെച്ച് കൊടുക്കുക. ചോക്ലേറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. കാരണം ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ചോക്ലേറ്റ് മെൽറ്റ് ആവാതെ അടിഭാഗത്ത് കട്ടയായിട്ട് പോകും. നമുക്ക് ശരിക്കും അത് മെൽറ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം മെൽറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ കുറച്ചൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെള്ളത്തിന് മുകളിൽ നിന്നും ഈ ബൗൾ മാറ്റി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. കാരണം ഈ ഒരു ബൗളിൻ്റെ ചൂട് കൊണ്ട് ബാക്കിയുള്ള ചോക്ലേറ്റും നമുക്ക് മെൽറ്റായി കിട്ടും. അതുപോലെ തന്നെ നമ്മളിത് ഇളക്കി തന്നെ വേണം ഇതിൻ്റെ ചൂട് ആർച്ചെടുക്കാനായിട്ട്. ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ കട്ടയായി പോകും. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് ചൂടുണ്ടാവാനും പാടില്ല, എന്നാൽ ചോക്ലേറ്റ് ശരിക്കും തണുത്ത് പോകാനും പാടില്ല. ആ ഒരു ചെറു ചൂടോടെ വേണം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഇതുപോലത്തെ ചോക്ലേറ്റ് മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇതിന് 40 രൂപയാണ് വില വരുന്നത്. ഞാൻ തൊടുപുഴയിൽ നിന്നുമാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ആ ഒരു ഷോപ്പിൽ നിന്നുമാണ് ഈ ഒരു ചോക്ലേറ്റിൻ്റെ മോൾഡ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും. ഇതിലിപ്പോൾ 6 കിക്കാറ്റാണ് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റുന്നത്. ആ ഒരു 6 എണ്ണം സെറ്റായി കഴിഞ്ഞാൽ ബാക്കി കൂടെ ഒഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മോൾഡിലേക്കാണ് നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ നടുവിൽ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ കുറച്ച് വേഫേഴ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കറികളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈ ഒരു വേഫേഴ്സ് കുറച്ച് വലുതായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ഒരു മോൾഡിനനുസരിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മോൾഡിൻ്റെ പകുതി ഭാഗത്തോളം ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മോൾഡിൻ്റെ പകുതി ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള വേഫേഴ്സ് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചോക്ലേറ്റ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഇവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് കിക്കാറ്റ് ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇതുപോലെ ഇനി നിങ്ങൾ വീട്ടിൽ തന്നെ കിക്കാറ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് കിക്കാറ്റ് കേക്ക് ഉണ്ടാക്കാം, അതുപോലെ കിക്കാറ്റ് ഷേക്ക് ഉണ്ടാക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, മന്ന കിച്ചൺ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. നിങ്ങളെല്ലാവരും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. നിങ്ങളുണ്ടാക്കിയ റെസിപ്പീസിൻ്റെയൊക്കെ ഫോട്ടോ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ ഒരു ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട്, മന്ന ഹോംമെയ്ഡ് കേക്ക്സ്. ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.